നിങ്ങളുടെ എത്ര തലമുറയായിട്ട് ഈ വെടിക്കെട്ട് മേഖലയിലുണ്ട്? 3 തലമുറയായിട്ട് അച്ഛൻ അച്ചാച്ചൻ. എത്ര വർഷമായി സജി ഈ രംഗത്തേക്ക് വന്നിട്ട്? 35 വർഷത്തോളം ഈ മേഖലയിലുണ്ട് ഞാൻ. വലിയ വെടിക്കെട്ടൊക്കെ വന്നത് തൃശ്ശൂർ പൂരത്തിന് തന്നെ ആയിരിക്കുമല്ലോ? തൃശ്ശൂർ പൂരത്തിന് വലിയ വെടിക്കെട്ടുണ്ട്. നെന്മാറ, കാവിശ്ശേരി, ചേലക്കര, നമ്മുടെ വടക്കാഞ്ചേരി, ഉത്രാളിക്കാവ്. ഈ പൂരത്തിന് വെടിക്കെട്ട് കിട്ടിയ സാഹചര്യം എങ്ങനെയായിരുന്നു? ചേട്ടനാണ് ആദ്യമായിട്ട് പൂരത്തിന് വെടിക്കെട്ട് ചെയ്തത്. അതേത് വർഷമായിരുന്നു? 1999. അങ്ങനെ ചേട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ 2004 മരണപ്പെട്ടിട്ടുണ്ടായത്. 6ാമത്തെ വർഷം. ഓ ശരി. അത് ഈ പൂരത്തിൽ വെച്ച സാമ്പിൾ വെടിക്കെട്ടിന് പൂരത്തിൻ്റെ 2016 മുന്നൊക്കെ 400 കിലോഗ്രാം വരെ നമ്മൾ പൊട്ടിക്കാം ഒരെണ്ണത്തിന് ഉണ്ടോ? ഡൈനാമിറ്റിന് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 400 കിലോ ഡൈനാമിറ്റോ ഒരെണ്ണത്തിന്. അതൊരു ചെറിയ ബോംബിന്റെ അത്ര ഉണ്ടല്ലോ. ചെറിയ മിസൈലിനൊക്കെ അത്രേ ഉള്ളൂ. അതെ. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും നമ്മളെ ആകർഷിക്കുന്ന വെടിക്കെട്ടുകാരുടെ ജീവിതത്തിൻ്റെ കഥകൾ നമ്മൾ അധികം കേട്ടിട്ടില്ല. സജി കുണ്ടന്നൂർ എന്ന പ്രമുഖനായ വെടിക്കെട്ട് കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ പറയാനാണ് ഇന്ന് ഫേസ് ടു ഫേസിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ തുടരാം നമുക്ക്. നമസ്കാരം. ഇത് ഇങ്ങനെ വിട്ട ഡൈനാമിറ്റ് പൊട്ടാതിരുന്നിട്ടുണ്ടോ? മോളിൽ പോയിട്ട് പൊട്ടാതിരുന്നുണ്ട്. അപ്പോൾ ഇത് പൊത്തോന്ന് താഴോട്ട് വരില്ലേ? വീണുണ്ട്. അത് മനുഷ്യൻ്റെ തല വീഴില്ലേ? 400 കിലോ വന്ന് വീണാ തീർന്നില്ലേ? നമ്മുടെ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിൽ തന്നെ ഉണ്ടായിട്ട് പ്രാവശ്യം ഒരു ഡൈനാമിറ്റിന്റെ മുകളിൽ പോയിട്ട് പൊട്ടാതെ. ദൈവാധീനം കൊണ്ടൊന്നും സംഭവിച്ചില്ല. മനുഷ്യരില്ലാത്തടത്ത് വന്നു വീണു. അതെ തന്നെ, അത് കറക്റ്റ് കണ്ടത്തിലൊന്ന് വീണിട്ട് അന്ന് അങ്ങനെ ഓരോ സംഭവങ്ങള് ഇങ്ങനെ വരുമ്പോൾ നമ്മളല്ല വേറെ ആളെന്ന് ഉണ്ടായതാണ്. ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ കൂവോ? അയ്യോ, ആൾക്കാര് ജീവനും കൊണ്ട് ഓടും. കാരണം ഇത് മുകളിൽ പോയിട്ട് വരല്ലേ, അത് കിടന്ന് താഴെ വീട് പൊട്ടുന്നുള്ള പ്രതീക്ഷയില്ല. താഴെ വന്ന് പൊട്ടും, അല്ലെങ്കിൽ എന്റെ മണ്ടരിക്ക വരണമെന്നുള്ള ചിന്തയിൽ ആൾക്കാർ കിടന്ന് ഓടും. എന്നിട്ട് താരം വന്ന് വീണത് കുഴപ്പമില്ലാത്ത രീതിയിലായി. പിന്നെ തിരിച്ചു വരുമോ അടുത്തവർ കാണാൻ? അതോ ആ വഴിക്ക് വീട്ടിൽ? അയ്യോ, ഈ അതാണ് ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഉത്രാളിക്കാവിൽ തന്നെ ഗൾഫിൽ നിന്ന് വന്ന ഒരാള് വെടിക്കെട്ട് കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് തെങ്ങിന്റെ മുകളിൽ കയറി നിന്നിട്ട് കണ്ട ആളുണ്ട്. ഗുണ്ട അങ്ങാ വരുന്നതെന്ന് അറിഞ്ഞില്ല. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടത് എന്ത് കാണിച്ചത്? അതെന്ന് വെച്ചാൽ ശബ്ദം താങ്ങാനാവാതെ. ഓ, മുകളിലാകുമ്പോ കൂടുതൽ ഇമ്പാക്ട് അല്ലേ? അപ്പോൾ ചിലപ്പോഴൊക്കെ അത് ശബ്ദം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് സേഫ്റ്റി ലേശം അകലെ നിന്ന് കാണലിനെയാണ്, ആസ്വദിക്കലാണ് അതിന്റെ ശരിക്കും ഭംഗി. പക്ഷെ ചിലവർക്ക് ഇത് അടുത്തുനിന്ന് അടിയിൽ കൂടെ പോണ തീയും കാണണം, മുകളിലേക്ക് പോകണമെന്നും കാണണം എന്നുള്ള ചിന്താഗതിയാ. ഈ നിങ്ങൾ ഈ കത്തിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി വരുന്നവരും ഉണ്ടാവില്ലേ? ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ, അവർക്കെല്ലാം കാണണം. അവർക്ക് ഏറ്റവും സെഡ് കൂടെ കാണണം. അകലെ നിന്നാ ഈ താഴെ കൂടെ പോണ തീ കാണില്ല. അപ്പൊ അവർക്ക് അത് സംതൃപ്തി ആവില്ല. അവർക്കിത് മുകളിലേക്ക് പോണതോടും കാണാൻ താല്പര്യത്തിൽ അവര് ഈ അടുത്ത് വന്ന് നിൽക്കണത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു വെടിക്കെട്ട് നടത്തുമ്പോൾ പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കര തീയാവും. ഇതെങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു നമ്മൾ നോക്കില്ല അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ നമുക്ക് സഹിക്കില്ല. അതെങ്ങനെയാണ് കഴിഞ്ഞ് ഭംഗിയായിട്ട് അവസാനിച്ചാൽ നമുക്ക് അതിനൊരു സന്തോഷമുണ്ട്. അത് വലിയൊരു അനുഭവമാണ്. 2016 ഈ പുറ്റിങ്ങൽ അപകടം ഉണ്ടായതിനു ശേഷമാണോ ഇതിനെല്ലാം ഈ നിയന്ത്രണങ്ങൾ വന്നത്? കടുത്ത നിയന്ത്രണങ്ങൾ. എന്തൊക്കെ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ? ഇപ്പോൾ പറഞ്ഞ പോലെ ഡൈനാമിറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഏരിയൽ ഷോട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറയുക. തൃശ്ശൂർ പൂരത്തിന് മാത്രമേ മുകളിൽ പോകുന്ന സ്ഫോടക വസ്തു ഉപയോഗിക്കാൻ പാടുള്ളൂ. മുകളിൽ പോയി പൊട്ടുന്നത്. ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ശിവകാശിയിൽ പോകേണ്ട ഒരു അവസരം എനിക്കുണ്ടായി. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫുള്ള് കൊണ്ടുപോയി നമ്മൾ ടെസ്റ്റ് ചെയ്ത്, അതായത് നിങ്ങൾ ലൈസൻസ് ഉള്ള ഒരാള് ശിവകാശി പോയി നിങ്ങൾ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സർവ്വ സാധനങ്ങളുടെ സാമ്പിൾ കൊണ്ടുപോയി കൊടുത്ത് ക്ലാസിഫൈ ചെയ്യിച്ച് പെർമിറ്റ് എടുത്തുകൊണ്ട് വരണം. യെസ്, അതന്നെ. അങ്ങനെ കിട്ടിയത് വെച്ച് നിങ്ങൾക്ക് ആ ലൈസൻസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ശിവകാശിയിൽ ക്ലാസിഫിക്കേഷൻ പോയപ്പോൾ സാർ പറഞ്ഞു മാക്സിമം നിങ്ങൾക്ക് 6 ഇഞ്ച് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ സാർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നാണ് പറഞ്ഞു. അതൊക്കെ നിങ്ങളൊരു ബോണസായി കണക്കൂട്ടിയോളൂ, ഇനി ഒന്നും നടക്കില്ല, ഇനി നിങ്ങൾ ഇതിൽ നിൽക്ക്. ഇത്ര നാൾ ഉപയോഗിച്ചു ഇനി നിങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഈ ശിവകാശിയിൽ ഈ ഇങ്ങനത്തെ ഒരു അതോറിറ്റി വരാൻ കാര്യം? അല്ല, അത് എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഒരു ഇതിന്റെ ക്യാപിറ്റൽ ശിവകാശിയാണ്. യെസ്, അത് ഞാൻ പോയിട്ടുണ്ട്. അയ്യോ, അതൊരു എന്താ പറയണ്ട, ഒരു 100-100 കിലോമീറ്റർ തന്നെ ഇവരുടെ ഒരു എത്ര തൊഴിലാളികൾ, ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് തൊഴിലാളികളും. ദീപാവലി സീസണിലൊക്കെ ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ അവർക്ക് ദീപാവലിക്ക് അവര് ഭയങ്കര രസം. അവര് ദീപാവലി കഴിഞ്ഞാൽ ഒരു സാധനം പോലും അവരെല്ലാം ബാക്കി ഉണ്ടാവില്ല.
അവർക്ക് തികയില്ല കൊടുക്കാൻ. ഈ വെടിക്കെട്ട് നടത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഇപ്പം പല കാര്യങ്ങളും അതിനകത്ത് വെല്ലുവിളി ഉള്ളതുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞാൽ അപകടമില്ലാതെ നടത്തു തന്നെയാണ്. ഇത് നന്നാവില്ല എന്നല്ല വിഷയം നമുക്ക്, അതിപ്പോൾ എന്താവട്ടെ. ഇത്രയും കാലത്തിനിടയ്ക്ക് ആളുകൾ മരണപ്പെട്ട അവസരങ്ങൾ ഇല്ല, ഉണ്ടായിട്ടില്ല. ചേട്ടൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരു അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഉത്സവ പറമ്പിൽ ഈ വെടിക്കെട്ട് ഇത് കത്തിക്കുകയൊക്കെ ചെയ്യുന്നതും ഈ ഉണ്ടാക്കുകയും ചെയ്യുന്നത് രണ്ടു തരം തൊഴിലാളികളാണ്. അതെ അതെ അതെ. അത് കത്തിക്കാൻ മിക്കവാറും ലൈസൻസ് തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ലൈസൻസ് അല്ലെങ്കിൽ ലൈസൻസിന് കൂടെയുള്ള ഒരു അത്രയും ബന്ധമുള്ള ഒരാൾ തന്നെ ആയിരിക്കും. അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് വരുന്ന തീയെ എടുത്ത് ലൈസൻസിന്റെ കയ്യിൽ കൊടുക്കും. ലൈസൻസിയോ അല്ലെങ്കിൽ ലൈസൻസിന് കൂടുതലുള്ള ഒരു അനിയനോ അല്ലെങ്കിൽ ആരെയും കത്തിക്കും. പള്ളികളിലാണെങ്കിൽ അങ്ങനെ തന്നെ, പള്ളിയിൽ നിന്ന് ഒരു തിരി കൊണ്ടുവന്ന് കത്തിക്കും. നമ്മൾ ഈ പണിയിലൊക്കെ ഇരുമ്പിന്റെ കുറ്റിയടിക്കല് കെട്ടില് പിടിക്കലൊക്കെ നമ്മൾ വേറെ ആൾക്കാരെ വിളിക്കും, നമ്മൾ സഹായിക്കാനായിട്ട്. അവരെന്നെ താൽക്കാലിക പണിക്ക് പക്ഷെ അവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം. അവർ ഒരുപാട് ചെയ്തിട്ടുള്ളതാ. അപ്പൊ ഈ നമ്മുടെ മാനുഫാക്ചറിങ് സ്ഥലത്ത് ചെയ്യുന്ന തൊഴിലാളികൾക്കും നല്ല അറിവ് ഇവർക്കുണ്ടാവും. നന്നായി ഭംഗിയായിട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു 25 ആളെ 30 ആളെ നമ്മൾ ഇവരെ വിളിക്കുകയും ചെയ്യാം. നമ്മള് അവർ ഇതിനു വേണ്ടി മാത്രം പോകുന്നവരാണോ? പോകുന്നവരാണ്. ഉത്സവ പറമ്പുകളിൽ ഈ വെടി അല്ലെങ്കിൽ കത്തിക്കാൻ വേണ്ടി മാത്രം പോണ ആളുകൾ. അതിന് മാത്രം ആളുകളുണ്ട്. അതിന് മാത്രം ആളുകളുണ്ട്. അത് നമ്മുടെ എറണാകുളത്തുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, പാലക്കാട് ജില്ലയിലുണ്ട്. അപ്പൊ നമ്മള് അടുത്ത 10-ാം തീയതി ഒരു 25 ആള് വേണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് അത് ഭംഗിയായി നല്ല ശ്രദ്ധയോടെ ഓടിയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്യും. അതായത് ഇത് ഉണ്ടാക്കുന്നവരുമായിട്ട് ഒരു ബന്ധമില്ല. ഉണ്ടാക്കുന്നവരെ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നവരെ കൊണ്ടുപോയാൽ അവര് പിന്നെ ഈ പേരും പറഞ്ഞ് 2-3 ദിവസം ലീവ് എടുത്താൽ പിന്നെ നമുക്ക് അടുത്ത പൂരത്തിന് കത്തിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ പരമാവധി ഷെഡിൽ ഉണ്ടാക്കുന്നവരെ തന്നെ കത്തിക്കാൻ നമ്മൾ കൊണ്ടുപോകാറില്ല. വെടിക്കെട്ട് ഇനങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ചത് ഈ ഡൈനാമിറ്റ് തന്നെയാണോ? അതന്നെ, അതാണ് നിർത്തിയത്. അത് പറഞ്ഞ പോലെ സാറ് നേരത്തെ പറഞ്ഞാൽ ബിൽഡിങ്ങുകൾക്കും ആളുകൾക്കും എല്ലാം അത് കടുത്ത നിയന്ത്രണം വന്നത് മൂലം ഈ 2016 വരെ അതിങ്ങനെ മത്സരിച്ച് അതിന്റെ വലിപ്പവും ശബ്ദവും കൂട്ടിക്കൂട്ടി വരുമായിരുന്നു. ഒരു പക്ഷേ പുറ്റിങ്ങിൽ അപകടം ഉണ്ടായിട്ടില്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞാലും 400 അല്ല 500 600 എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് വരെ ഉപയോഗിക്കാവുന്ന സാധനം ഉണ്ടാക്കി. അതെ അതെ അതെ. അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് പറഞ്ഞത് നമുക്കൊരു അറുതി വന്ന് നന്നായുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെ പൊട്ടിക്കേണ്ടി വരും. കാരണം മറ്റവൻ അത് ചെയ്യുമ്പോൾ എനിക്കിവിടെ ചെയ്യാതിരിക്കുന്ന നിവൃത്തിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ 3 ലൈസൻസുകളും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. അമ്പലത്തിൽ സ്ഥലം കുറവാണ്, നമുക്ക് ഒരു 100 ഞങ്ങൾ റാത്തിൽ എന്ന് പറയാ 100 റാത്തിൻ്റെ മീതെ പൊട്ടിക്കണ്ട. ആ വിവരം ഞങ്ങൾ കമ്മിറ്റിയോട് പറഞ്ഞു. കമ്മിറ്റിക്കാർ അത് അതിന് സമ്മതിച്ചില്ല. അത് നിങ്ങൾ ഈ കൊല്ലം കൂടി പൊട്ടിക്ക്, നിങ്ങൾ നാട്ടുകാരിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളതല്ലേ, ആൾക്കാർക്കൊരു ഇതല്ലേ, ചെയ്തായിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധിതനായി പോവുക. അങ്ങനെ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. ഒരു വലിയ പ്രതിസന്ധി അത്. നിങ്ങൾ ഏതൊക്കെ പ്രദേശം വരെ പോയി വെടിക്കെട്ട് നടത്താറുണ്ട്? കേരളം മുഴുവൻ പോകാറുണ്ടോ അതോ മധ്യ കേരളം മാത്രമേ ഉള്ളൂ? പാലക്കാട്, മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, ഈ സ്ഥലത്താണ് മെയിനായിട്ട് വെടിക്കെട്ടുള്ളത്. പിന്നെ അവിടെ ഈ മറ്റുള്ള ജില്ലകളിലൊക്കെ വളരെ കുറവാണ് വെടിക്കെട്ട്. വെടിക്കെട്ട് ഒരു സീസണലല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒരു നവംബറിൽ തുടങ്ങുമോ? ഇല്ല, ഒരു ഡിസംബറിൽ ഈ ചെറിയ വർക്കുകൾ, അയ്യപ്പൻ വിളക്ക്, പള്ളി പെരുന്നാളൊക്കെ ഡിസംബറിൽ തുടങ്ങി. പിന്നെ പൂരങ്ങള് ജനുവരി തൊട്ട് തുടങ്ങി മെയ് മാസം വരെ, അവസാനം വരെ ഒരു 6 മാസത്തെ ഒരു വർക്കാണ്. ബാക്കി സമയത്ത് എന്താണ് ഈ ഉണ്ടാക്കുന്ന ജോലിയിലാണോ നിങ്ങളൊക്കെ മുഴുകുക? അല്ല, ബാക്കി പിന്നെ ഇപ്പോ നമുക്കിപ്പോ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ടൈമറിന്റെ പണിയൊക്കെ ചെയ്ത് വെക്കുന്ന സമയമാണ് ഇപ്പോ. അത് കുറച്ച്. അപ്പോൾ ബാക്കി സമയത്ത് നിങ്ങളൊക്കെ എന്താ ചെയ്യുക? ഞങ്ങളിപ്പോ ഒന്നുമില്ല, അതിപ്പോ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുക ഷെഡുകളിൽ. പിന്നെ കുറച്ച് ഓലയൊക്കെ, കരിമ്പനോല, കുടപ്പനോലൊക്കെ വെട്ടി ഉണക്കി വെക്കാൻ പണിക്കാരെ വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കും കുറച്ച്. ഈ വെടിക്കെട്ടിന്റെ ഒക്കെ ഒരു ഭാവി എത്ര കാലത്തേക്ക് കൂടെ ഉണ്ടാവും ഈ മട്ടില്? അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വെച്ചാൽ തൊഴിലാളികളെ കിട്ടാനില്ലാതെയാവും. ഇനിയിപ്പോ ഈ വരുന്ന ഒരു ജനറേഷൻ, ഒരു ഇപ്പൊ പണിക്ക് വരുന്ന ഒരു 55-60 വയസ്സായി വരാ, അവർ കഴിഞ്ഞാൽ പുതിയൊരു തലമുറ അതിലേക്ക് ഇല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 5-10 കൊല്ലോടേക്ക് കഷ്ടി കുറച്ച രീതിയിൽ പോയി ഇത് അവസാനിക്കാൻ. കാരണം പണിക്കാരില്ലാതെയും ശബ്ദമുണ്ടാക്കുകയും വലിയ അപകടകാരികളായി പൊട്ടുകയും ചെയ്യുന്നതല്ലാതെ ഈ നിറം അല്ലെങ്കിൽ വർണ്ണം വിതറുന്ന ശബ്ദം കുറഞ്ഞത് ഉപയോഗിക്കുമ്പോൾ അപകടം കുറച്ച് കുറയില്ല. അപകടം കുറയും. അപ്പോൾ അത് കുറച്ചുകൂടെ വിഷ്വലി നല്ലതുമല്ലേ? വിഷ്വലി നല്ലതാണ്.
അതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ അതിലേക്ക് കമ്മിറ്റിക്കാർ വരാൻ തയ്യാറില്ല ഒരു വിഷയമുണ്ട്. പക്ഷെ ആളുകൾക്ക് നിറമല്ലേ. പക്ഷേ അത് സാർ പറഞ്ഞ ശരിയാണ്. പക്ഷെ കമ്മിറ്റിക്കാർ ഇപ്പോഴും അതില് ശബ്ദം വേണം എന്നുള്ളതാ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കോടതി ഇനി ഒരു ഉത്തരവിട്ടാൽ മതി, ശബ്ദം പാടില്ല. അതാണ് കമ്മിറ്റിക്കാർക്ക് എന്തായാലും കുറച്ച് ശബ്ദം വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. അത് വലിയൊരു ഞാൻ പരമാവധി പ്രോത്സാഹനം നമുക്കത് വേണ്ട, നമുക്ക് കളർ ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ എല്ലാ ചെറിയ സൗണ്ട് വേണം എന്നുള്ള കളർ മാത്രമായിട്ടും വളരെ ഇമ്പ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. അതെ അല്ലേ. ഇതിപ്പോൾ നമ്മുടെ ഈ പുറ്റിങ്ങിന് ശേഷം നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യൽ തുടങ്ങി. നമ്മൾ അകലെ നിന്നുണ്ട് റിമോട്ട് കൺട്രോളിൽ നമ്മൾ ചെയ്യൽ തുടങ്ങി. തൃശ്ശൂർ നിവാസികളും തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയ ആരാധകരും അല്ലാത്തവർക്ക് അറിയത്തില്ലാത്തൊരു കാര്യമുണ്ട്. ഈ സാമ്പിൾ വെടിക്കെട്ടും മെയിൻ വെടിക്കെട്ടും തമ്മിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വ്യത്യാസം എന്താ? മെയിൻ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സാമ്പിളിന് ഉപയോഗിക്കും. ക്വാണ്ടിറ്റി കുറവായിരിക്കും, സാമ്പിളിന് കുറവായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതെന്തിനാ ഈ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നത്? അത് കുറേ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ പൂരത്തിൻ്റെ അത്ര തന്നെ ജനങ്ങൾ ഈ സാമ്പിൾ കാണാനും വരുന്നുണ്ട്. അതായത് സിനിമയുടെ ഒക്കെ ടീസർ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ, ആളെ ആകർഷിക്കാൻ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാത്തിന്റെ സാമ്പിൾ എത്ര എണ്ണം വീതം പൊട്ടിക്കും? എല്ലാത്തിന്റെ ഒരു 1/3 നമ്മൾ സാമ്പിളിന് ചെയ്യാറുണ്ട്. നമ്മൾ നിങ്ങൾ തന്നെ പോയി ഉത്സവത്തിന് വെടിക്കെട്ട് നടത്തുന്നതല്ലാതെ ഇത് ഉണ്ടാക്കി നിങ്ങൾ മറ്റാർക്കെങ്കിലും വിൽക്കുന്ന പരിപാടിയുണ്ടോ? അത് ചെയ്യില്ല. അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. പടക്കം മാത്രം നമ്മൾ ഓഫ് സീസണിൽ കടകളിൽ കൊടുക്കും. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ കമ്പിത്തിരി, പൂത്തിരി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം ഉണ്ടാക്കിക്കൂടെ? അത് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാനത് കുറച്ച് ചെയ്തിട്ട് ഫെയിലായ ആളാണ്. കാരണം നമ്മുടെ ശിവകാശിയിൽ നമുക്കൊരു പാക്കറ്റ് കമ്പിത്തിരി കിട്ടുന്നത് 10 രൂപയ്ക്കാണെങ്കിൽ നമ്മുടെ തൊഴിലാളികളെ വെച്ചിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അത് 50 രൂപയ്ക്ക് കൊടുത്താൽ മുതലാവില്ല. ഒരു സ്ത്രീക്ക് അവിടെ കൂലി, ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുക, ഞാൻ ഈ ഹെവി വർക്ക് മുഴുവൻ നിർത്താം, എന്നിട്ട് ഈ കമ്പിത്തിരി പൂത്തിരിയിലേക്ക് പോവാം എന്നൊരു ഞാൻ ഒരു 2 മാസത്തോളം അവിടെ പോയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു തന്നെയാണ്. അപ്പോൾ ഒരു സ്ത്രീ കറക്റ്റ് 8 മണിക്ക് പണിക്ക് വരികയും 5:30 വരെ ഇരുന്നിട്ട് ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല അവിടെ, വെയിലത്തിരിക്കണം, എന്നാലേ ഈ കമ്പിത്തിരിയൊക്കെ ഉണങ്ങി കിട്ടുള്ളൂ. അത് ഒറ്റ സ്റ്റെപ്പിന് ഉണങ്ങണം കമ്പിത്തിരിയൊക്കെ. അപ്പോൾ അവർ ഇങ്ങനെ ഗ്രൗണ്ട് പോയ സ്ഥലത്ത് ഇങ്ങനെ പാവങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഉണക്കിയിടുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു നേരം ചായ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ അന്ന് അവർക്ക് 200 രൂപ കൂലി. എത്ര വർഷം മുമ്പത്തെ? 6-7 വർഷം മുന്നേ. ശരി. 200 രൂപ 6 മണി തൊട്ട് 10 മണി വരെ വർക്ക് ചെയ്താൽ വീണ്ടും ഒരു 60 രൂപ കിട്ടും അവർക്ക്. ഈ കൂലിയുടെ മാത്രമല്ല സാറേ, നമ്മുടെ അവിടുത്തെ ഒരു ആൾ ചെയ്താൽ 4 ഇരട്ടി ചെയ്യാം. വർക്ക് കൾച്ചർ ടോട്ടലി ഡിഫറെൻറ്റാണ്. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. നമ്മുടെ തൊഴിലാളികൾ 9 മണിക്ക് വരികയും 4 മണിക്ക് പോവുകയും ചെയ്യുക. അതിൻ്റെ ഒരു 4 ഭാഗം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് വേറെ കോസ്റ്റ്ലി ഭയങ്കര കൂടുതലാണ് നമുക്ക്. ഞാൻ നമ്മുടെ അവിടെ ചെയ്ത് നോക്കി. ഈ ഫ്ലവർ നമ്മുടെ അവിടെ ഒരു പേപ്പർ ഒട്ടിക്കണം അതിന് മുകളിൽ. നമ്മൾ മേശപ്പൂ മേടിക്കുമ്പോൾ അതിന് മുകളിൽ നല്ല ഗിൽറ്റ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പണി കഴിഞ്ഞിട്ടാണ് അതിന് മുകളിൽ പേപ്പർ ഒട്ടിക്കുക. അപ്പോൾ ഈ പേപ്പർ എടുത്ത് ഇങ്ങനെ പശ എടുത്ത് ഒട്ടിക്കുമ്പോൾ ഇതാണ് അവരുടെ സ്പീഡ്. അവരുടെ കൈ നമുക്ക് കാണാൻ പറ്റില്ല. ഫാനിന്റെ ലീഫ് കറങ്ങുന്ന പോലെ. ഒന്ന് വെച്ചാൽ അവർ ഏകദേശം ഒരു 4000 എണ്ണം പേപ്പർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അവിടെ ഒരു 500 എണ്ണം 600 എണ്ണം മാക്സ്. നമ്മളിവിടെ ഒരു പേപ്പർ എടുക്കും, ഒട്ടിക്കും, ഒരു ബീഡി കത്തിക്കും, വലിക്കും, പിന്നെ അടുത്തത് എടുക്കും, ഇങ്ങനെയാണല്ലോ. പിന്നെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയും. ഇത് ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മുടെ അടുത്ത തൊഴിലാളികളും അവിടെ. ഞാനൊരു കാലത്ത് ശിവകാശിയിൽ പോയി പ്രിന്റിങ് നടത്തിയിരുന്നയാളാണ്. അപ്പോൾ അവിടെ ബൈൻഡിങ് ഒക്കെ ചെയ്യുമ്പം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഫോമുകൾ ഒന്നിച്ചെടുത്തിട്ട് വേണം ഒരു മാസികയാക്കാൻ, അല്ലെങ്കിൽ ഒരു ബുക്കാക്കാൻ. അപ്പോൾ ഇങ്ങനെ അവർ ഓരോന്ന് എടുക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവരുടെ കൈ കാണാൻ പറ്റില്ല, അത്ര ഫാസ്റ്റ്. അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി അവിടെ വിജയിച്ചതും അവിടെ അത്രയും വലിയ വ്യവസായം. ലോകത്ത് വേറെ വിജയിച്ചിട്ടില്ല. ഈ പ്രസ്സൊക്കെ നമ്മുടെ അവിടെ കുന്നുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ പിടിച്ചു നിൽക്കണ പറ്റില്ല. അത് നമ്മുടെ ചെറിയൊരു കമ്പിത്തിരി വരുന്നത് നമ്മൾ കൊടുക്കുന്നത് 5 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ അവർക്ക് എന്ത് വില കിട്ടുന്നുണ്ടാവും? എന്ത് സ്പീഡ് റിയർ ചെയ്യാനുള്ള അവരുടെ ആ ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു ഡെഡിക്കേഷൻ, അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇവരെങ്ങനെയാണ് ഈ 200 രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ 250 രൂപയ്ക്ക് ഒരു ദിവസം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അവർക്ക് അരിയൊക്കെ ഫ്രീ ആണ്, സൗജന്യമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറേ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് മതി. പിന്നെ ക്ലൈമറ്റ്
ശിവാശിലെ സാറിന് അറിയാലോ, വെയിലൊക്കെ എന്ന് പറഞ്ഞാൽ അതെ, നല്ല ചൂടാ. നല്ല ചൂടാ. ഇപ്പം നമ്മളവിടെ ഈ പരിപാടിക്ക് ഇനി പറ്റിയൊരു ക്ലൈമറ്റ് അല്ല. ഈർപ്പമാണല്ലോ ഇവിടെ, അവിടെ ഈർപ്പമില്ല. ഒരു 5-6 വർഷമോടെ കഴിഞ്ഞ് ഈ പറഞ്ഞ തരത്തിലുള്ള ഉത്സവങ്ങളിലെ ഈ വെടിക്കെട്ടുകളുടെ ഒക്കെ ഒരു നിയന്ത്രണം വന്നാൽ എന്ത് ചെയ്യുന്നതാണ് പിന്നെ പദ്ധതി ഇട്ടിരിക്കുന്നത്? ശിവകാശി പോരണം തുടങ്ങേണ്ടി വരുമല്ലോ. ശിവകാശി കൊണ്ടുവരും. അതും മാത്രമല്ല, കാലാവസ്ഥയും ഭയങ്കര ഒരു അനുകൂലമല്ലാത്തൊരു. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എത്ര ഉത്സവങ്ങൾക്ക് മഴ പെയ്ത്? അതെ, മീനമാസത്തിലാണ് മഴ മുഴുവൻ. ഞങ്ങളുടെ ഒട്ടുമിക്ക ഉത്സവങ്ങളും വെള്ളത്തിലായി. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? അതാ പറഞ്ഞത്, നമ്മൾ കമ്മിറ്റിക്കാരെന്ന് നഷ്ടപരിഹാരം വാങ്ങും, എന്നിട്ട് ഇത് നിർവീര്യമാക്കി കളയും. ഈ കുഴിയിലൊക്കെ വെച്ച് കഴിഞ്ഞ സാധനത്തിലെ മഴ കൊണ്ടാ പിന്നെ നമ്മളൊക്കെ കെമിക്കലെടുത്ത് നിർവീര്യമാക്കി കളയും. നിർവീര്യമാക്കുന്നത് എങ്ങനെയാ? നിർവീര്യമാക്കി വെച്ചാൽ അത് നമ്മുടെ കല്ലുപ്പൊക്കെ ഇട്ട് കലക്കി ഏതെങ്കിലും ഒരു കുഴി കുത്തി അവിടെ ഇടുക, നിർവീര്യക്ക്. അത് നല്ല ചെലവിനാണ്. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ സീസണിൽ ഭയങ്കര മഴയുടെ ഭീഷണിയായിരുന്നു. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം നന്നായി ബാധിക്കുന്നുണ്ട് നമ്മളതിനെ. പാരമ്പര്യമായിട്ട്, അതായത് ഒരു 3 തലമുറ ആയിട്ട് ഈ രംഗത്തുണ്ടല്ലോ. അടുത്ത തലമുറ ഈ രംഗത്തേക്ക് വല്ലതും വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇനി അടുത്ത തലമുറ ആരും ഈ രംഗത്തേക്ക് 100% ഇനി വരാൻ തയ്യാറല്ല. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാണോ? അതെ, അവർക്ക് താല്പര്യം. പുതിയ പിള്ളേർ വരുമ്പോൾ, പണിക്ക് വരുമ്പോൾ വരാൻ ഞാൻ പറയും, നിങ്ങൾ വേറെ വല്ല തൊഴിൽ തേടിപ്പോ, ഇതിലേക്ക് പരമാവധി. കാരണം ഇവരിതിൽ വന്നാൽ ഇവർക്ക് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഹരാ. പിന്നെ അപ്പോൾ ഞാൻ പുതിയ പിള്ളേരോട് തന്നെ പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ വേറെ വല്ല തൊഴിൽ തരിപ്പോ, ഇതിൽ നിൽക്കണ്ട. ഇപ്പോൾ ഇതിൽ സാധാരണയായിട്ട് ഒരു 55-60 വയസ്സ് ആൾക്കാർ വരുന്നുണ്ട്, അവർ സാധിക്കാമെന്ന് ചെയ്യട്ടെ. അല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും? ഇല്ല, കുടുംബത്തിൽ നിന്ന് ആരുമില്ല. മക്കളെ ഇല്ല, ആരുമില്ല ഈ മേഖലയിൽ. പിന്നെ വേറെ ആരുമില്ല. ഉത്സവം നടക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ആളുകൾ ഈ പൊട്ടുന്നത് കാണാൻ വരുമോ? അത് അവരിങ്ങോട് പറയും, സജേട്ടാ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾ ഉണ്ടാക്കണമല്ലേ എന്ന് പറയും. അപ്പം ജസ്റ്റ് നമ്മൾ ആ കത്തിക്കണ സമയത്ത് ഒരു വണ്ടി വിളിച്ചിട്ട് അവരെന്നെ കൊണ്ടുവന്ന്, അത് അവർക്ക് അറിയണമല്ലോ, അവരെന്തുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകളുണ്ടോ എന്ന് അവർക്ക് ബോധ്യപ്പെടണല്ലോ. അങ്ങനെ നമ്മൾ പണിക്കാരെ കൊടുത്തിട്ട് നമ്മൾ കാണിച്ച് അവർ വിടാറുണ്ട്. അപ്പോൾ അവർ അത് തന്നെ പറയും, അത് ശരിയായി, മറ്റേ ഇങ്ങനെ ചെയ്യായിരുന്നു, അതിങ്ങനെ ചെയ്യായിരുന്നു. അവരെന്നെ തമ്മിൽ ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഈ അച്ഛന് ഇപ്പോൾ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അച്ഛൻ മരണപ്പെട്ടു. എത്ര കൊല്ലമായി അച്ഛൻ? അച്ഛൻ മരണപ്പെട്ട് 6 വർഷമായി. ശരി. അവസാന കാലം വരെ അച്ഛൻ ഇതിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു? അച്ഛൻ മരണത്തിൻ്റെ ഒരു 4 മാസം വരെ അച്ഛൻ ഈ പണിയെടുത്തായിരുന്നു. അച്ഛനെ കുറിച്ച് പേപ്പറിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ തിരുവമ്പാടിയിൽ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ടൈമർ സെറ്റ് ചെയ്യണത് അച്ഛനായിരുന്നു. ടൈമർ സെറ്റ് ചെയ്യുന്നത് മെയിൻ പണിക്കാരൻ്റെ ഒരു ജോലിയാണത്. അപ്പോൾ അച്ഛനെ കുറിച്ച് അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ അച്ഛൻ്റെ കൂടെ കുറെ കാലം പോയിട്ടില്ലേ? അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിൽ വെടിക്കെട്ട് കത്തിക്കാനൊക്കെ അച്ഛൻ്റെ കൂടെ പോവും. അതിൻ്റെ ഓർമ്മകളൊക്കെ എന്താ? അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കുതിരവേല. അപ്പോൾ കുതിര പുറപ്പെടുമ്പോൾ കുറച്ച് കത്തിക്കാനുള്ളൂ. അപ്പോൾ കുതിര പുറപ്പെടുമ്പോൾ കുറച്ച് കത്തിച്ച്. അതെവിടെയായിരുന്നു സ്ഥലം? അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ചിറ്റണ്ടെന്ന് പറയും. കത്തിച്ചിട്ട് കഴിഞ്ഞു ഒരു 10-50 ഗുണ്ടൊക്കെ ഉള്ളോ. അപ്പൊ അത് നമ്മൾ ആ കുഴലുകൾ വീണ്ടും നമ്മൾ തിരിച്ച് പറക്കണം, എന്നിട്ട് ചാക്കിലാക്കി വെക്കണം. ഏതാ, ഈ ഇരുമ്പിന്റെ കുഴൽ? അല്ല, ഈ കാർഡ്ബോർഡിന്റെ കടലാസിന്റെ. അതിനെ തിരിച്ചെടുത്ത് വെക്കുന്നത് വീണ്ടും നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൽ തീ ഉണ്ടാവാം. അത് അത്രയും നമ്മൾ സൂക്ഷിക്കണം. കാരണം ചെറിയ തോതിൽ തീ ഉണ്ടാവും. ആ തീ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ചെറിയ കാറ്റ് കൊണ്ട് വലിയ തീയാവാം. ഇവരൊക്കെ അന്നത്തെ തൊഴിലാളികൾ പറഞ്ഞാൽ എന്തെങ്കിലും കഴിഞ്ഞ 2 അടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരല്ലേ. ഇവർ പെട്ടെന്ന് പറക്കി കൂട്ടി വേഗം ഒരു ചാക്കലാക്കി. തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു ഷെഡുണ്ട്. ആ ഷെഡിൽ ഒരു വീട് പണിക്കുള്ള മരങ്ങൾ മുഴുവൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആൾക്കാരുടെ തേക്കിന്റെ മരങ്ങൾ, കട്ട്ള, ജനല, അങ്ങനെ എല്ലാ മരങ്ങളും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ അച്ഛൻ അത് അവിടെ വെച്ചു. ഞാൻ അച്ഛൻ്റെ കൂടെ പോന്നു. പിറ്റേ ദിവസം കാലത്ത് കേൾക്കണത് ആ പെരയും ആ മരം മുഴുവൻ കത്തിപ്പോയിതാ കേൾക്കണത്, ഇതെന്നുള്ള തീ കൊണ്ട്. ശരി. അപ്പോൾ അതിനെ മുഴുവൻ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം? ഇല്ല, അന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കണ വീട് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടുത്തെ ആ നല്ല മനസ്സിന്റെ ഉടമ അത് ഇനി മാധവ ഇനി നീ അങ്ങനെ ഉണ്ടാവരുത്, സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ മനസ്സ് തന്നെയാണ്. വലിയ മനസ്സ് തന്നെയാണ്. അങ്ങനെ ഒരു അനുഭവം അതിൽ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ തൃശ്ശൂർ ഒരു പനമുക്ക് ക്ഷേത്രമുണ്ട്, അവിടെ വെടിക്കെട്ട് കത്തിക്കാൻ എൻ്റെ പേര് ലൈസൻസ് ഉള്ളപ്പോൾ ശരിക്കും പാടത്ത് വെടിക്കെട്ട് നടക്കുമ്പോൾ
ശബ്ദ പ്രകമ്പനം കൊണ്ടോ അല്ലെങ്കിൽ വെളിച്ചം കൊണ്ടോ പാമ്പ് മടയെന്ന് പുറത്തേക്ക് വരാൻ സാധ്യത ഉണ്ട് ഇത്രേ. അപ്പൊ സൂക്ഷിക്കണം എന്നാ പറയാ പാടത്തുള്ളവരോട്. അത് വെടിക്കെട്ടുകാർക്കൊക്കെ അറിയുന്നതാണ്. അത് അച്ഛൻ തന്നെ പറയും, വല്ല പാമ്പൊക്കെ നോക്കിയിട്ട് ചെയ്തോളൂട്ടാ, വെടിക്കെട്ട് കഴിഞ്ഞ സ്ഥലന്നൊക്കെ പറയും. പണിക്കാരിങ്ങനെ സാധനങ്ങൾ പെറുക്കി ചാക്കിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോ എന്നെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചപ്പോ ഞാൻ കാല് കുടഞ്ഞപ്പോ ഈ പാമ്പ് വന്ന് തെറിച്ച് വീഴുന്നത് ഞാൻ കണ്ടു. ആ പാമ്പിന്റെ അടിഭാഗം വെള്ള കളറിൽ വന്ന് വീണത് ഞാൻ കണ്ടു. ചെറിയ ഒരു ഇരുണ്ട വെളിച്ചാണ്. അപ്പുറത്ത് കമ്മിറ്റിക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ പണിക്കാരോട് പറഞ്ഞു, വേഗം ആടാ, എന്നെ പാമ്പ് കടിച്ചു തോന്നുന്നു പറഞ്ഞു. അപ്പൊ പാമ്പിന്റെ 2 പല്ലിന്റെ അടുത്ത് ചോര വരുന്നുണ്ട്. അയ്യോ നമ്മുടെ സജേട്ടനെ പാമ്പ് കടിച്ചു, വേഗമായി പറഞ്ഞു. അങ്ങനെ ചൂടിക്കയറൊക്കെ ഉണ്ട് ഇവരെ കയ്യിൽ. അത് എന്നെ കാലുമ്പോ കെട്ടി. അങ്ങനെയാണല്ലോ പാമ്പ് കടിയേറ്റാൽ മുകളിൽ കെട്ടെന്നാണ് പറയുക. അത് കഴിഞ്ഞ് കമ്മിറ്റിക്കാർ ഓടി വന്നു. അയ്യോ നമ്മുടെ സജേട്ടൻ ലൈസൻസിന് പാമ്പ് കടിച്ചോന്നാ പറഞ്ഞു. അങ്ങനെ ഇവര് എവിടുന്ന് കുറച്ച് കുരുമുളക കൊണ്ടുവന്നിട്ട് എനിക്ക് തിന്നാൻ തരണ്ടേ. പക്ഷെ എനിക്ക് എരിവും തോന്നണില്ല. ഏറെ പേടി കൊണ്ടാ. ഞാനാകെ പേടിച്ചു. കയ്യിൽ നിന്ന് പോയി. വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഓർമ്മ തുടങ്ങി. അങ്ങനെ ഇവര് എന്നെ എടുത്തു കൊണ്ടുപോയിട്ട് മിഷനിലേക്ക് കൊണ്ടുപോവാ, ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഞാനാകെ മാനസികമായിട്ട് തളർന്നിട്ട് ഇങ്ങനെ കെടുക്കുക, കണ്ണടച്ച് കെടുക്കുക. അപ്പോൾ അതിൽ ഒരു കമ്മിറ്റിക്കാരന് ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈസൻസിന് പാമ്പ് കടിച്ചു, രക്ഷപ്പെട്ടില്ല തോന്നണത്, മൂർഖനൊക്കെയാണെന്ന് പറയണത്, രക്ഷപ്പെട്ടില്ല മിക്കവാറും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്താറായപ്പോൾ ഇയാളെ വിളിച്ചിട്ട് ആൾ ചോദിക്കണം, ഞാൻ കേൾക്കാണ്ട്. ലൈസൻസിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് മുന്നേ ആ ബാക്കി പൈസ എത്ര വരുമെന്ന് ചോദിച്ചു നോക്ക്. ഇതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഒരു മാനസികാവസ്ഥ അല്ല, അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. അവരും പൂരത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്മോളൊക്കെ അടിച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ വലിയൊരു അനുഭവം. 2 ദിവസം ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് കിടന്നു, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ. അത് വലിയ അപകടകാരിയായ പാമ്പല്ലാതിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ പോയേനെ. അക്കാലത്ത് ഈ മൃഗങ്ങളെ എന്താണ് ഇതിൽ വിടുകയും അവർ താഴേക്ക് കൊടാച്ചു കൂടി താഴേക്ക് വരികയൊക്കെ ചെയ്യുന്ന ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തിയോ? ഇപ്പൊ നിർത്തിയത്. ഇപ്പൊ കർശന നിയന്ത്രണമല്ലേ. ഞാൻ ഈ പ്രാവിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പോകുമ്പോ ഈ പ്രാവിനെങ്ങനെ ജീവൻ പോവില്ലേ? മുകളിൽ പോയി ഇത് പൊട്ടില്ല. അത് ഈ പ്രാവിനെ നമ്മള് ബാക്കി എല്ലാ പണിയും കഴിച്ച് ഇത് കത്തിക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ പ്രാവിനെ നമ്മൾ ചെറിയ ഹോളിട്ട് ഇടുള്ളൂ. അതിന് വേറൊരു കൂടാണോ? വേറെ കൂടാ. പക്ഷെ ചിലപ്പോഴ ബ്ലാസ്റ്റിംഗ് കൊണ്ട് ചിലതിന് ചെറിയൊരു ഇത് സംഭവിക്കാം. അല്ല, ഇത്രയും വലിയ പൊട്ടൽ കഴിഞ്ഞിട്ട് ഇത്ര അകലെ നിൽക്കുന്ന നമ്മുടെ ഹൃദയം കിടക്കുന്നു. അപ്പോൾ അതിന് സ്ഫോടനം കുറവാകും, ശബ്ദം കുറവാകും. അതിന് വേറെ ഇങ്ങനെ എന്നുള്ളൊരു ശബ്ദം, ആ ഒരു കൊടാമിട്ട് റിലീസിങ് മറ്റേത് ശബ്ദം ഉണ്ടാവില്ല, ചെറിയ ശബ്ദം ഉണ്ടാവുള്ളൂ. അതുണ്ട്. പിന്നെ അച്ഛനായിട്ട് പറയുന്നത് ഈ കുരങ്ങനൊക്കെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാണ്ട്, അച്ഛൻ പറഞ്ഞേക്കാണ്ട്. ഇങ്ങനെ കുരങ്ങനൊക്കെ ചെയ്യാറുണ്ട്. കുരങ്ങൻ പാരച്ചൂട്ടിന്റെ മുകളിൽ ഇറങ്ങി വരും. അങ്ങനെ കുരങ്ങൻ പകുതിയാകുമ്പോ പാരച്ചൂട്ടും കൂടെ മാന്തി ആ കൊടശീല കീറി കുരങ്ങ് താഴെ അങ്ങനെ വീണുണ്ട്. കുരങ്ങന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? പിന്നെ കുരങ്ങ് മാന്താതിരിക്കാൻ വേണ്ടിട്ട് കുരങ്ങിന്റെ 2 കൈന്റെ മുകളിൽ പട്ടി വെച്ച് കെട്ടുത്ര ചെറുതായിട്ട്. അപ്പൊ അത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. ഇപ്പോഴൊന്നും കർശന നിയന്ത്രണമില്ല. ഈ ഉത്സവത്തിനും ഇതിലൊക്കെ ചെല്ലുമ്പോൾ ഈ നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടാവില്ലേ കുറെയൊക്കെ? ഇപ്പൊ ഇത് വന്ന പോലെ തന്നെ അതിവിദഗ്ധരായ തൊഴിലാളികളായിരുന്നു ഒരു കാലത്ത് ഇതിലുണ്ടായിരുന്നത്. 21 നില അമിട്ടൊക്കെ പൊട്ടിച്ചിരുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു ഒരലിൽ നിന്ന് തന്നെ 21 നില പോയിട്ട് പൊട്ട്. അതെങ്ങനെയാ ടെക്നോളജി? അത് ഒരെണ്ണം ഉണ്ടാക്കി അത് വീണ്ടും അടക്കി വെച്ച് ടൈമറുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഈ 18 എണ്ണത്തിനും ടൈമർ ഉണ്ടാവും. 18 എണ്ണത്തിനും 21 എണ്ണത്തിനും ടൈമർ ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ മടങ്ങാൻ പാടില്ല. മടങ്ങിയ ഭൂമിയിൽ താഴത്തേക്ക് വരും. അപ്പൊ ഈ പോണ പോക്കിൽ തന്നെ 21 നില ഒരെണ്ണം പൊട്ടിയിട്ടാണ് അടുത്ത ടൈമർ കത്തുക. ഒരെണ്ണം പ്ലാസ്റ്റിക് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് ചെയ്യുമ്പോഴേക്കും മറ്റേ തീ വിട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴേ അത് പൊട്ടും. അങ്ങനെ 21 എണ്ണം പൊട്ടണം. 21 എണ്ണം 1 by 1 ആയിട്ട് പൊട്ടണം. അത് ഒരുമിച്ച് പൊട്ടും ചെയ്ത ആൾക്കാർക്ക് എണ്ണാൻ കഴിയും വേണം. എണ്ണണം. ഇങ്ങനെ കുമ്പിടാനും പാടില്ല എന്നാ പറയാ. കുമ്പിട്ടാ ബാക്കിത്തെ എല്ലാം താഴോട്ട് വരുമോ? താഴോട്ട് വരും പെട്ടെന്ന്. പിന്നെ അതിന്റെ സ്പീഡ് പെട്ടെന്നായിരിക്കും. അങ്ങനെ ഒരു 1-2 കുമ്പിട്ടാലും പിന്നെയും കുഴപ്പമില്ല. അത് വലിയ അപകടകാരിയല്ലേ? അപകടകാരിയാണ് അത്. കാരണം 21 എണ്ണത്തിൽ ഒരു 5-6 പൊട്ടിക്കഴിഞ്ഞ് പിന്നെ അത് തിരിഞ്ഞു കുമ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നാട്ടുകാരുടെ മുഖത്തേക്ക് വരില്ലേ? അവിടെ തൃശ്ശൂരത്തിനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും 21 നില. പിന്നെ അത് അവര് 2 ദിവസങ്ങളും കൂടി ചർച്ച ചെയ്ത് നമുക്ക് 21 നില വേണ്ട, നമുക്ക് പരമാവധി ഇതൊരു കുറയ്ക്കാം, ഒരു 9 7 ആക്കി കുറയ്ക്കാം എന്ന ധാരണയിൽ എത്തിയതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ 9 10 നില തന്നെ നമ്മുടെ നെന്മാറ പൊട്ടിച്ചിട്ട് 2-3 നില പൊട്ടി. ബാക്കി താഴെ വീണിട്ട് പിന്നെ തീ ഉണ്ടാവില്ല. ചിലപ്പോൾ കണക്ഷൻ കിട്ടാതിരിക്കും. അതെ, താഴെ വീണ് കിടന്നിട്ട് ഒരു കാണി എടുത്തിട്ട് അത് കൊണ്ടുപോവുക, വീട്ടിൽ കൊണ്ടുപോവുക. ആ, ഇതെന്തിനാ?
പണിക്കാരൻ വിളിച്ചത് എവിടേക്കാണ് വിളിച്ചത്, ഇത് എനിക്ക് ഇവിടെ കിട്ടിയ സാധനമാണ്, ഞാനത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. എന്നിട്ട് കമ്മിറ്റിക്കാരെല്ലാം ഇടപെട്ടിട്ടാണ് അത് നമ്മൾ അയാളിൽ നിന്ന് തിരിച്ച് മേടിച്ച് കൊണ്ടുവന്നത്. അത് വലിയൊരു ഇപ്പൊ തന്നെ അങ്ങനെ ഈ നിലാമിട്ട് ഇങ്ങനെ അധികം ചെയ്യണില്ല. ഇപ്പൊ മാക്സിമം ഒരു 7 നില അതിനപ്പുറം ചെയ്യാറില്ല ഇപ്പോൾ. അല്ല ഇപ്പോഴും 7 നിലയൊക്കെ വരെ ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്. അതൊക്കെ റയറായ ആൾക്കാരുള്ള മാത്രം. ശരി. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു വലിയ ഉത്സവം ഏതായിരുന്നു? പൂരം തന്നെയാണോ? ഇപ്പുറം നമ്മൾ പൂരം ചെയ്തല്ലോ, അനിയന്റെ പേരില് തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു. അതിന് മുന്നേ 2 വർഷം തിരുവമ്പാടിക്കും പാറമേക്കാനും വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അത് സാധാരണ അങ്ങനെ വരാറില്ലല്ലോ. അങ്ങനെ വരാറില്ല ഇതുവരെ, അങ്ങനെ ചരിത്രത്തിൽ ആദ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ. അവർ 2 കൂട്ടരുടെയും വെടിക്കെട്ട് നമ്മൾ നടത്തി. അത് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞില്ലേ, തൃശ്ശൂർ പൂരത്തിന് കത്തിക്കുന്ന ആൾക്ക് ക്ലാസിഫിക്കേഷൻ ലഭിക്കണം. ആ ലൈസൻസിക്ക് മാത്രമേ തൃശ്ശൂർ പൂരം കത്തിക്കാനുള്ള അനുമതിയുള്ളൂ. അങ്ങനെ അവരുടെ ലൈസൻസിക്ക് അതില്ലാത്തൊരു സമയം വന്നത്, സസ്പെൻഡ് ആയി ലൈസൻസ്. അങ്ങനെ പുതിയൊരാളെ ഏൽപ്പിച്ച് ക്ലാസിഫിക്കേഷൻ എടുക്കാനൊന്നും നേരില്ല. അപ്പോൾ അവര് നമ്മളോട് ചോദിച്ചു, നമ്മൾ ദേവസ്വമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അങ്ങനെ ജില്ലാ ഭരണകൂടത്തിന്റെ ചെറിയൊരു അനുമതി കൂടിയിട്ട് നമ്മൾ ചെയ്തു. 2 കൂട്ടർക്കും ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തലമുറകളായി കൊണ്ടുവരുന്ന ഒരു കലാരൂപം ഇനി എത്ര കാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉത്സവങ്ങൾ എക്കാലം ഉണ്ടാവും, ഇവിടെ പെരുന്നാളുകളുണ്ടാവും, അവിടെ മനുഷ്യർക്ക് ആഹ്ലാദിക്കാനുള്ള ആസ്വദിക്കാനുള്ള വിരുന്നുകളും വേണം. തീർച്ചയായും പുതിയ ആശയങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആശംസകൾ.